നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏത് സാഹചര്യത്തിലാണ് ഇവിടുന്ന് എല്ലാവരും വന്ന് അവിടെ മോതിരം തിരഞ്ഞെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല. വലിയ വിരുന്നൊക്കെ നടത്തിയിട്ടും അച്ഛന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം കാണത്തെ? ഒന്നുമില്ല മോളെ, അത് വെറുതെ എന്തോ ഉണ്ട്. എന്താ അച്ഛൻ ഉണ്ടായത്? എന്തുണ്ടാവാൻ? ഇത്രയും നേരം ഈ വീട് നിറയെ ആളായിരുന്നല്ലോ. ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചിറങ്ങിപ്പോയപ്പോ വീട് ഉറങ്ങിപ്പോയതുപോലെ ആയി മോളെ. അത്രേ ഉള്ളൂ മോളെ. അതൊന്നും അല്ല ശ്രീകളെ കാര്യം. അച്ഛനെന്തിനാ ഇവിടെ നടന്നേക്കെ മറച്ചു വെക്കുന്നേ? ഇവിടെ നടന്നതൊക്കെ ശ്രീകളെ അറിയട്ടെ. എന്താ അച്ഛ, എന്താ സംഭവിച്ചത്? ഞാൻ പറയാം. ഇവിടെ വലിയ അന്വേഷണമല്ലേ നടന്നത്? വീട് ഇളക്കി മറിച്ച അന്വേഷണം. അന്വേഷണമോ? എന്താ അന്വേഷണം? അത് ആലോചിക്കുമ്പോ എന്റെ പെരുവെരിന്ന് ഇരച്ച് കേറുക. സുലോചന, കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. പൊന്നാരം തോട്ടത്ത് നിന്നും എന്തോ രത്നമോതിരമോ വൈരമോതിരമോ വൈഡൂര്യമോതിരോ എന്തോ ഒരു മോതിരം അത് കാണാതെ പോയിന്ന്. നമ്മുടെ മക്കളും മരുമക്കളും ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ളവർ ഇതറിയുന്നത്. അപ്പൊ അവർക്ക് വലിയൊരു സംശയം, നമ്മുടെ മക്കള് വല്ലതും അതെടുത്തിട്ടുണ്ടാവോന്ന്. ഒന്നും പറയണ്ട ശ്രീകളെ. കുറച്ചു കഴിഞ്ഞപ്പോ പൊന്നാരം തോട്ടത്തുകാര് മൊത്തം ഇളകി ഇങ്ങ് പോന്നു. പിന്നെ ഇവിടെ കേരള പോലീസ് തോറ്റുപോകുന്ന അന്വേഷണം. ഈ വീടിന്റെ മുക്കും മൂലയും ഉഴുതു മറിച്ചുള്ള അന്വേഷണം. സുലോചനെ, നിർത്ത. ഞാനെന്തിനു നിർത്തണം? പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അവര് നമ്മുടെ പിള്ളേരുടെ ബാഗ് മുഴുവനും ഈ വീടിന്റെ അലമാരകളും എല്ലാം പരിശോധിച്ചു. എന്നിട്ടെന്തായി? മോതിരം കിട്ടിയോ? അതല്ലേ വിശേഷം. മോതിരം പോയിട്ട് സ്വർണത്തിന്റെ ഒരു തരി പോലും അവർക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അല്ല, അവരെന്തർത്ഥത്തിലാ ഇവിടെ വന്ന് ഈ തിരച്ചിൽ നാടകം നടത്തിയത്? നമ്മുടെ മക്കളെന്താ കള്ളികളാണെന്നാണോ അവര് ധരിച്ചു വെച്ചിരിക്കുന്നെ? സുലോചനെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ട്. അത്രയ്ക്ക് വലിയ അധിക്ഷേപ അവര് നമ്മളോടും നമ്മുടെ കുടുംബത്തോടും കാണിച്ചത്. നമ്മളെന്താ ഒരു നിലയും വിലയും ഇല്ലാത്ത അന്തസ്സില്ലാത്തവരാണെന്നാണോ അവര് കരുതിയത്? അതുകൊണ്ടല്ലേ അവരിവിടെ വന്ന് ഇങ്ങനെ നമ്മളെ അപമാനിച്ചത്. സുലോചനെ, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്തബദ്ധം? വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉള്ള ആൾക്കാരാണല്ലോ അവര്. അവർക്ക് അബദ്ധം പറ്റുമോ? ഇത് അബദ്ധമൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് നമുക്കുണ്ടായ നാണക്കേടാ, മഹാനാണക്കേട്. ഛേ, നമ്മളെ എല്ലാവരെയും കള്ളക്കൂട്ടങ്ങളായിട്ടല്ലേ അവര് കരുതിയത്. നീ ഇവിടെ പോവാ? എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ അപമാനിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. സുലോചന പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പണവും പത്രാസും ഉണ്ടെന്ന് കരുതി ഈ വീടിനകത്ത് വന്ന് എന്ത് തോന്നിയസം കാണിക്കാന്ന് അവർ കരുതിയോ? അവർക്ക് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കും, കൊടുത്തേ തീരൂ. മോളെ ശ്രീയല്ലേ, ഞാനൊന്ന് പറയട്ടെ. ഈ പ്രശ്നം ഇവിടെ വെച്ചങ്ങ് മറന്നുകളെ. ഇത് വഴക്കാക്കാൻ നിൽക്കരുത്. അച്ഛനൊന്നും പറയണ്ട. മോളെ, ഞാൻ പറയുന്ന കേക്ക്. ശ്രീയല്ലേ, പറയുന്ന കേക്ക്. അച്ഛൻ വിട്, വിട്. അല്ലെങ്കിൽ തന്നെ പൊന്നാരം തോട്ടത്തുകാരോട് കൊമ്പ് തീർക്കാനായി നോക്കിയിരിക്കുക ശ്രീകല. അപ്പോഴാ നീ ഉള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചത് അവളെ. ഞാനെന്താ അനാവശ്യം പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ഉള്ള കാര്യം. അവൾ അവിടെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ദൈവം തമ്പുരാൻ പോലും പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവളെങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല.
മോശമായി പോയി, വളരെ മോശമായി പോയി. പോലീസുകാര് മോഷ്ടാക്കളുടെ വീട്ടിൽ കയറി പരിശോധന നടത്തുന്നത് പോലെയല്ലേ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ പരിശോധന നടത്തിയത്? എന്നിട്ടിപ്പോ എന്തായി? അത് അവിടെ നിന്ന് കിട്ടിയോ? അതുമില്ല. ഒരുമാതിരി ദേവികേച്ചിയും ഗോപികയും അഞ്ജിതയൊക്കെ അപമാനിക്കുന്നത് പോലെ ആയിപ്പോയി. ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനൊരു അന്വേഷണം വേണോ വേണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ? ഞാനിത് പറഞ്ഞതാ, പക്ഷെ അവരാരും ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അമ്മേ, എന്തിനായിരുന്നു ഇതൊക്കെ? എടാ, എനിക്കും മഹേട്ടനും ഇതിനോട് താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷേ അമ്മ പറയുമ്പോ മുത്തശ്ശിക്കെന്താ ഇവരാരെയും വിശ്വാസമില്ലായിരുന്നോ? നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് സാധാരണ വൈരമോതിരമല്ല. കാരണവന്മാരുടെ കാലം മുതലേ പാരമ്പര്യമായി കൈമാറി വരുന്ന മോതിരം അത്. അത് ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ഒരു മോതിരം ഇവിടെ നിന്ന് നഷ്ടപ്പെടുക എന്ന് വെച്ചാ? ശരി, നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട മോതിരം ആദ്യം തിരയേണ്ടത് ഈ വീട്ടിലല്ലേ? അല്ലാതെ ഇവരെയും ഇവരുടെ വീട്ടുകാരെയും അപമാനിക്കുകയാണോ വേണ്ടത്? ഈ ഹരിയുമായ അമ്മയാണ് വെപ്രാളം കാണിച്ചത്. അല്ല, ഒരു സംശയം തോന്നിയാൽ അത് തീർക്കുന്നല്ലേ നല്ലത്. ഇങ്ങനെയല്ല സംശയം തീർക്കേണ്ടത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർക്കുണ്ടായ അപമാനത്തിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവരോട് മാപ്പ് ചോദിക്കാം. ദേവിക, വേണ്ട മാഡം, ഞങ്ങളോട് മാപ്പ് ചോദിക്കരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് എല്ലാവരും വന്ന് അവിടെ മോതിരം തിരഞ്ഞെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാവരും അത് മറന്നേക്ക്. എന്നാലും ആ മോതിരം എവിടെ പോയി? അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അബി, വാ, മോതിരം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം. ഞാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.